മുട്ടം എഞ്ചിനീയറിംഗ് കോളേജിൽ KSU യൂത്ത് കോൺഗ്രസ് അക്രമം. SFI പ്രവർത്തകന്റെ കൈ തല്ലിയൊടിച്ചു. SFI ഏരിയ ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് ഫാസിലിന് ഗുരുതര പരിക്കേറ്റു. SFI പ്രവർത്തകനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ SFIയുടെ ക്യാമ്പസിനകത്തെ നേതാക്കന്മാർക്ക് നേരെ ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. വളരെ വൈകുന്നേരമായ സമയത്ത് ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ വിദ്യാർത്ഥികളെ കാണാനായിട്ട് ചെന്നതാണ്. ഇപ്പോൾ യാതൊരു പ്രകോപനവും ഇല്ലാത്ത ക്യാമ്പസ്, യാതൊരു സംഘർഷങ്ങളും ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഇത്രയും ക്യാമ്പയിൻ നടക്കുമ്പോഴൊന്നും അവിടെ സംഘർഷങ്ങളോ ഒന്നും നിലനിന്നിരുന്നില്ല. അങ്ങനെ അവിടെ പ്രാദേശികമായിട്ടുള്ള കുറച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളും അതുപോലെ കുറച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ ഗുണ്ടകളെല്ലാവരും കൂടി സംഘം ചേർന്ന് വന്ന് നമ്മളവിടെ കുറച്ച് പേരുണ്ടായിരുന്ന എല്ലാവരെയും ദാരുണമായി ആക്രമിക്കുകയായിരുന്നു. അപ്പോൾ ഒന്നും നമ്മൾ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ, ഒന്നും പ്രതികരിക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യം ഒക്കെ ആയിരുന്നു. അഖിൽ TS ഉണ്ട് വിവരങ്ങളുമായി. അഖിൽ TS, മുട്ടം എഞ്ചിനീയറിംഗ് കോളേജിൽ എന്താണ് സംഭവിച്ചത്? KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്തിനാണ് അക്രമം അഴിച്ചുവിട്ടത്? ോടുകൂടിയാണ് ഇത്തരത്തിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചേർന്ന് മാരകമായ ഒരു അക്രമം തൊടുപുഴ മുട്ടം എഞ്ചിനീയറിംഗ് കോളേജിൽ അഴിച്ചുവിട്ടത്. ഇന്ന് മുട്ടം തൊടുപുഴ എഞ്ചിനീയറിംഗ് കോളേജിൽ തെരഞ്ഞെടുപ്പ് ദിവസമായിരുന്നു. കഴിഞ്ഞ വർഷം വരെ SFI ആണ് യൂണിയൻ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇത്തവണ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ KSU വിജയിക്കുകയുണ്ടായി. ഈ വിജയത്തിൽ ഇത് വിറളി പൂണ്ട യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾ ഗുണ്ടകളുമായി സംഘടിച്ചെത്തി തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ക്യാമ്പസിന് പുറത്തേക്ക് ഇറങ്ങി വന്ന SFI നേതാക്കളെ, SFI പ്രവർത്തകരെ അകാരണമായി മർദ്ദിക്കുകയാണ്. യാതൊരു പ്രകോപനവും കൂടാതെ അകാരണമായി കമ്പിവടികളും മാരകായുധങ്ങളും ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നു. ഈ മർദ്ദനത്തിലാണ് ഏരിയ ജോയിന്റ് സെക്രട്ടറി കൂടിയായ മുഹമ്മദ് ഫാസിലിന് പരിക്കേറ്റത്. മുഹമ്മദ് ഫാസിലിന് പരിക്ക് വളരെയധികം ഗുരുതരമാണ്. കൈക്ക് പരിക്കേറ്റ് കൈയുടെ എല്ലൊടിഞ്ഞ് ഞരമ്പിൽ തുളച്ചു കയറി നിലവിൽ സ്വകാര്യ ആശുപത്രിയിൽ സർജറിക്ക് വിധേയനാക്കിയിരിക്കുകയാണ് മുഹമ്മദ് ഫാസിൽ. ഇത്തരത്തിൽ വളരെ ക്രൂരമായ അക്രമമാണ് KSU യൂത്ത് കോൺഗ്രസ് ഗുണ്ടകൾ തൊടുപുഴ മുട്ടം എഞ്ചിനീയറിംഗ് കോളേജിൽ അഴിച്ചുവിട്ടത്. ഈ അക്രമത്തിന് ശേഷം ദൃശ്യങ്ങളിൽ നമുക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അക്രമത്തിന് ശേഷം ഈ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ വാതിൽക്കൽ മുതൽ മുട്ടം കവല വരെ കൊലവിളി മുദ്രാവാക്യങ്ങളുമായി മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രകടനം നടത്തുന്ന സ്ഥിതി ഉണ്ടായി. ഇത്തരത്തിൽ ക്യാമ്പസിന്റെയും മുട്ടം പരിസര പ്രദേശത്തിന്റെയും മുഴുവൻ സമാധാന അന്തരീക്ഷവും തകർത്തുകൊണ്ടാണ് വലിയ രീതിയിലുള്ള അക്രമം യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ഇന്ന് അഴിച്ചുവിട്ടത്. യാതൊരുവിധ പ്രകോപനവും കൂടാതെയാണ് SFI പ്രവർത്തകരെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആ അക്രമത്തിലാണ് ഏരിയ ജോയിന്റ് സെക്രട്ടറി കൂടിയായ മുഹമ്മദ് ഫാസിലിന്റെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ് നിലവിൽ സ്വകാര്യ ആശുപത്രിയിൽ, തൊടുപുഴയിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ സർജറിക്ക് വിധേയനാക്കിയിരിക്കുകയാണ്. അത്തരത്തിൽ ഗുരുതരമായ പരിക്കാണ് നിലവിൽ മുഹമ്മദ് ഫാസിലിനുള്ളത്. വിജയ്.